മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം, അതുപോലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ എല്ലാം പറയുന്നത് എല്ലാവരുടെയും വോട്ട് വാങ്ങുമെന്നാണ്. അപ്പോൾ അതിന് വിരുദ്ധമായി കേരളത്തിൽ ഒരു പ്രബലമായ ഒരു കക്ഷി SDPI അത്ര എഴുതിത്തള്ളാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയല്ല എന്നാണ് ഞങ്ങൾ വിശ്വാസം. ഞങ്ങൾക്ക് എല്ലാ മണ്ഡലത്തിലും പ്രവർത്തകന്മാരുണ്ട്, ഞങ്ങൾക്ക് കൃത്യമായ വോട്ട് ബാങ്ക് ഉണ്ട്, കേഡർ സിസ്റ്റമാണ്. ഞങ്ങളൊരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിനനുസരിച്ച് വോട്ട് ചെയ്യാൻ കഴിയുന്ന വോട്ടർമാരും അണികളും ഞങ്ങൾക്കുണ്ട്, കേഡർമാരും അണികളും ഞങ്ങൾക്കുണ്ട്. അത്തരം ഒരു രാഷ്ട്രീയ കക്ഷിയുടെ വോട്ട് വേണ്ട എന്ന് ഇന്ന് കേരളത്തിൽ പരസ്യമായി പറഞ്ഞ ഏക രാഷ്ട്രീയ നേതാവ് സതീശനാണ്. അതൊരു ആദർശത്തിന്റെ പേരിലാണെങ്കിൽ നമുക്ക് വേറൊന്നും മനസ്സിലാക്കാൻ പറ്റും. അതിൽ ആദർശമല്ല എന്നതിന്റെ തെളിവ് ആ പാർട്ടിയുടെ തന്നെ ദേശീയ നേതാക്കന്മാർ തിരിച്ചു പറയുകയാണ്. അതിപ്പോ ഒരു പാർട്ടിക്ക് രണ്ട് നേതാക്കന്മാർക്ക് രണ്ട് ആദർശബോധം ഉണ്ടാവാൻ പാടില്ലല്ലോ. ഒരു പാർട്ടിയുടെ ഒരു പൊതു പോളിസി ഒന്നായിരിക്കണം. ആ പോളിസിക്ക് വിരുദ്ധമായാണ് VD സതീശൻ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ മഞ്ചേശ്വരത്തിൽ പിൻവലിക്കാൻ വേണ്ടി ഞങ്ങളോട് ആവശ്യപ്പെട്ട വിവിധ സാമൂഹ്യ സംഘടനകൾ, മതസംഘടനകൾ, അതുപോലെ നേതാക്കന്മാർ, വ്യത്യസ്തമായ സാമൂഹ്യ നേതാക്കന്മാർ, അങ്ങനെയുള്ള ആളുകളൊക്കെ ഞങ്ങളോട് ആവശ്യപ്പെട്ടത് മതേതര വോട്ട് ഭിന്നിച്ച് കളയരുത്, രാജിവെക്കണമെന്നാണ്. VD സതീശന്റെ ഈ പ്രസ്താവനയോട് ഇത്തരം നേതാക്കന്മാരും സംഘടനകളും എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. പൊതുസമൂഹത്തിന് അറിയണം. ഞങ്ങൾക്ക് മാത്രം അറിഞ്ഞാൽ പോരാ, കേരളീയ സമൂഹത്തിന് പോലും അത് അറിയേണ്ടതുണ്ട്. ആ കാര്യത്തിൽ അവർ നിലപാട് വ്യക്തമാക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. SDPI 36 സീറ്റിലാണ് ഇപ്പോൾ അവസാനമായി മത്സരിക്കുന്നത്. ഞങ്ങൾ 45 നോമിനേഷൻ കൊടുത്തിരുന്നു. അതിൽ പല കാരണങ്ങൾ കൊണ്ട് ഞങ്ങളുടേതായ കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ കുറച്ച് വിഡ്രോ ചെയ്ത് ഇപ്പോൾ 36 സീറ്റ് ഞങ്ങൾ മത്സരിക്കുന്നുണ്ട്. ആ മത്സരിക്കാത്ത 104 സീറ്റുകളിൽ ഞങ്ങൾ ഒരു സീറ്റ് ഒഴികെ വേറെ എവിടെയും ഞങ്ങൾ ഒരു തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു തീരുമാനവും ഞങ്ങൾ ഇന്ന മുന്നണിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഇന്നലെ CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ സൂചിപ്പിച്ച പോലെ അവർ പ്രഖ്യാപിക്കാതെ ഞങ്ങളിന്ന് മറുപടി പറയും എന്ന് പറഞ്ഞ് എന്നത് ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യാം. ഞങ്ങൾ ഒരു മുന്നണിക്കും ഇന്ന മുന്നണിക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. കാര്യങ്ങളൊന്ന് കാണട്ടെ, ഒന്ന് അടുത്തറിയട്ടെ, സമയമുണ്ട് എന്നാണ് ഞങ്ങൾ ഇതുവരെ എല്ലാ ചാനലോടും പറഞ്ഞത്. ഞങ്ങൾ ഔദ്യോഗികമായി SDPI ഇതിലൊരു വളരെ കൃത്യമായ നിലപാട്, ആർക്ക് വോട്ട് ചെയ്യുന്ന നിലപാട് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ വോട്ട് ഇവിടുത്തെ മുന്നണികളുടെ ജയപരാജയം നിർണ്ണയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വോട്ട് ബാങ്കിനെ നിരാകരിച്ച് പറയുന്നത് എന്ത് സതുദ്ദേശമാണ് VD സതീശനുള്ളത് എന്ന് അദ്ദേഹവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ കൂടെയുള്ള ഈ കേരളത്തിലെ UDF സഹ കക്ഷികളും വ്യക്തമാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്.